ഹാർബറിന് സമീപം ഒരു അജ്ഞാത മൃതദേഹം തീരത്തടിഞ്ഞിട്ടുണ്ട്. ബേപ്പൂർ തീരത്തിന് സമീപം കത്തിയ വാൻഹായ് കപ്പലിൽ നിന്നും കാണാതായ യമൻ പൗരന്റേതെന്നാണ് നിലവിലെ സംശയം. ദേവൻ എംപിയുടെ ദേവൻ, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? രാവിലെ 7 മണിയോടുകൂടിയാണ് ആലപ്പുഴ അർത്തുങ്കൽ ഹാർബറിന്റെ വടക്കുവശത്തായി ഒരു മൃതദേഹം നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് പോലീസിനെയും കോസ്റ്റൽ പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഒരു വിദേശിയുടെ മൃതദേഹം എന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ മൃതദേഹം പൂർണ്ണമായും ഒരു അഴുകിയ നിലയിലേക്കാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ഫോട്ടോ വെച്ച് ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് പോലീസിനുണ്ട്. പ്രധാനമായും സംശയിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ബേപ്പൂർ തുറമുഖ കടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് കപ്പലിലെ ജീവനക്കാരുടേതോ അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ എറണാകുളം പുതുവൈപ്പിനിൽ കുളിക്കാനിറങ്ങിയ യമൻ പൗരന്മാരിൽ കാണാതായ 2 പേരുടെ മൃതദേഹം ആണോ എന്നുള്ളൊരു സംശയത്തിനാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഏതായാലും ഇപ്പോൾ അവിടുന്ന് മൃതദേഹം അവിടെ നിന്നും മാറ്റിക്കൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ട് ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. അതിനുശേഷം മൃതദേഹം അവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് നീക്കം. ഒരുപക്ഷെ DNA ടെസ്റ്റ് അടക്കം വേണ്ടിവരും. ഇത് മൃതദേഹം ആരുടേതാണെന്നുള്ളൊരു തിരിച്ചറിയാനായി അതിനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. ഈ 2 സംശയങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ പോലീസിനുള്ളത്. ഒന്നുകിൽ 2 ആഴ്ച മുന്നേ എറണാകുളം പുതുവൈപ്പിൻ ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങിയ യമൻ പൗരന്മാരിൽ കാണാതായ 2 പേരുടെ മൃതദേഹമാകാനുള്ള സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ഇപ്പോൾ കപ്പൽ അപകടത്തിൽപ്പെട്ട 4 പേര് ജീവനക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിൽ ആരുടേതെങ്കിലും ആണോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. എന്നാൽ ഇതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന്റെ ബാക്കി നടപടികൾ ഒരുപക്ഷെ ഒരു മണിക്കൂറുകളിൽ പോലീസ് പറയുന്നത് പ്രകാരം ഇവരുടെ ഫോട്ടോകൾ എല്ലാം തന്നെ ജില്ലാ കളക്ടറേറ്റിലേക്ക് കൊണ്ടെത്തിക്കും. അവിടെ നിന്നും അതിന്റെ നയതന്ത്ര തലത്തിൽ അതിന്റെ ബന്ധപ്പെടലുകൾ നടത്തിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മൃതദേഹം വ്യക്തമാണ്. ആലപ്പുഴ അർത്തുങ്കൽ ഹാർബറിന് സമീപം അജ്ഞാത മൃതദേഹം അടിഞ്ഞു. ആരുടേതെന്നറിയാനുള്ള ഇനി പരിശോധനാ ഫലങ്ങളൊക്കെ പുറത്തു വരണം. സംശയിക്കുന്നത് ഈ കപ്പലിൽ നിന്നുള്ള കാണാതായ 4 ജീവനക്കാരെ കാണാതായിരുന്നല്ലോ, അതിൽ ആരെങ്കിലും ആയിരിക്കുമോ എന്ന കാര്യത്തിലൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ദേവൻ എംപിയാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.